വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്സണലിനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആഴ്സണൽ കഴിഞ്ഞൊരു സീസണിൽ പ്രീമിയർ ലീഗിലെ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമൊന്നുമല്ല. അതിന് മുമ്പത്തെ വർഷങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയിലൊക്കെ എത്തിയിട്ട് ട്രോഫി നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ നിന്ന് ഒരു പാഠം പഠിക്കാത്ത പോലെ ഒരു സ്ട്രൈക്കർ ഒന്നും സൈൻ ചെയ്യാതെ നേരെ പിന്നീട് ഒരു സീസണിലേക്ക് വന്നിട്ട് വീണ്ടും 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. പെർഫോമൻസ് ഡിപ്പാവുന്നു, ഫാൻസിനെ നിരാശപ്പെടുത്തുന്നു. UCL സെമി ഫൈനലിൽ തോക്കുന്നു. അപ്പോൾ ഇത് ഒട്ടും സുഖമുള്ളൊരു പരിപാടിയല്ല. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മാനേജറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലൊക്കെ. സോ ആഴ്സണലിനെ ഇതിൽ കരകയറ്റാൻ പറ്റുന്ന 2 പൊസിഷനുകളാണ് സ്ട്രൈക്കർ പൊസിഷനും അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് വിങ്ങർ പൊസിഷനും. ഈ 2 പൊസിഷന് ഈ ഒരു സമ്മറിൽ അവരെന്തായാലും ഫിൽ ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സീസണും ഗോവിന്ദയാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല എപ്പോഴും അവർക്ക് ഇങ്ങനെ കായ് ഹാവർട്സിന് ആ ഒരു സ്ട്രൈക്കർ റോളിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമെന്ന്. ഒരിക്കലും പറ്റില്ല. കായ് ഹാവർട്സ് അത്ര റിലയബിൾ ആയിട്ടുള്ള ഗോൾ സ്കോറൊന്നുമില്ല. ഹാവർട്സിന് പകരം അവിടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിലേറെ ഗോളുകൾ വീഴുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഇത് ആഴ്സണൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു സ്ട്രൈക്കറെയും ഒരു ലെഫ്റ്റ് വിങ്ങറെയും പ്രൈമറി ആയിട്ട് കൊണ്ടുവരേണ്ട സമയമാണ്. വേറെ പൊസിഷനിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും പറയാം ഒഡേഗാർഡിന് ഒരു പ്രോപ്പർ ബാക്കപ്പ് വേണം. കാരണം ഇപ്പോൾ ഒഡേഗാർഡിൻ്റെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഡിപ്പ് നമ്മൾ ഇഞ്ചുറിക്ക് ശേഷം കാണുന്നുണ്ട്. സോ അവിടെ ഒരു ബാക്കപ്പ് വേണം. നമുക്ക് വേണമെങ്കിൽ അവിടെ ന്യൂനേരിനെ കണക്കാക്കാം. അങ്ങനെ ബാക്കപ്പ് പലയിടത്തും വേണമെന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ CB പൊസിഷനിൽ ഒരു പ്ലെയർ കൊണ്ടുവരാം. ബാക്കപ്പിന് വേണ്ടി വരുമായിരിക്കും. പക്ഷേ ബാക്കപ്പ് അല്ല, ഇവർക്ക് ഈ 2 പൊസിഷനിൽ ആൾ വേണം. മാർട്ടിനെല്ലിനെ ഒരിക്കലും റിലേ ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെ ഹാവർട്സിനും ഒരിക്കലും റിലേ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇഫ് യു വാണ്ട് ടു വിൻ ദ പ്രീമിയർ ലീഗ് അടിക്കണമെങ്കിൽ 2 പ്ലെയറിനെയും റിലേ ചെയ്യാൻ വേണ്ടി പറ്റൂല. ടോപ്പ് 4 ഫിനിഷ് ചെയ്താൽ മതിയെങ്കിൽ ചിലപ്പം ഈ 2 പ്ലേയേഴ്സിനെ കൊണ്ട് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ടോപ്പ് 4 എത്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ട്രോഫി അടിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. സോ ഫസ്റ്റ് തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ എയ്തർ സെസ്കോ ഓർ ഗ്യോക്കറസ് രണ്ടിലൊരാളെ ആഴ്സണൽ സൈൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് പ്രകാരം സെസ്കോൻ്റെ ഡീലിൽ നിന്ന് ആഴ്സണൽ നേരെ പിന്നോട്ട് പോകാന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്കോ റിലീസ് ക്ലോസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. റിലീസ് ക്ലോസ് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എഗ്രി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 21-23 വയസ്സ് പ്രായമുള്ളൊരു പ്ലെയർ വന്നിട്ട് റിലീസ് ക്ലോസ് വയ്ക്കുന്നു, 2 കൊല്ലം പെർഫോം ചെയ്യുന്നു. അടുത്ത വർഷം ഇയാൾ വേറൊരു ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇത് പ്ലെയേഴ്സിനെ ഡെവലപ്പാക്കി വിടേണ്ട ഒരു സ്ഥലമല്ലല്ലോ. ആഴ്സണൽ ഒരു ബിഗ് ക്ലബ്ബാണ്. അപ്പം കളിക്കുന്ന സമയത്ത് ആഴ്സണലിനോട് കമ്മിറ്റായി കളിക്കണം, അല്ലെങ്കിൽ പ്ലെയറിൻ്റെ കൺട്രോൾ ആഴ്സണലിൻ്റെ മേലെ വേണമെന്ന് ആഴ്സണൽ ആഗ്രഹിക്കും. ഒരു കുറ്റം പറയാനില്ല. സോ പ്ലെയർ റിലീസ് ക്ലോസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വേജ് ഡിമാൻഡുമാണ് ആൾ മുന്നോട്ട് വെക്കുന്നതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആഴ്സണലിന് പ്ലെയറിനോട് വലിയ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫോക്കസ് ഗ്യോക്കറസിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പം ഗ്യോക്കറസും അവർക്ക് പറ്റിയൊരു പ്ലെയറൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഫിസിക്കലൊക്കെ ആയിട്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പിന്നെ ആൾ കുറെ കൂടി കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. സ്പോർട്ടിങ്ങിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അറിയാലോ അമോറിമിൻ്റെ സ്പോർട്ടിങ് ആ ഒരു സ്റ്റൈല് നമുക്കറിയാം. അവർ ഹെവിലി കൗണ്ടർ അറ്റാക്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ടീമാണ് പലപ്പോഴും. സോ ആ ഒരു സ്റ്റൈലിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ആർട്ടറ്റൻ്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ അത്യാവശ്യം റിലേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ഗോൾ സ്കോർ തന്നെയാണ്. പിന്നെ അതിൽ ഒരു റിയാലിറ്റി ചെക്കും നമുക്ക് നടത്താം. ഇപ്പം നിങ്ങൾ തന്നെ മലയാളത്തിൽ വേറെ യൂട്യൂബേഴ്സ് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നോൺ പെനാൽറ്റി ഗോൾസിൻ്റെ ഒക്കെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ഹാവർട്സ് ഈ ഗ്യോക്കറസ് അടിച്ചെടുത്തോളം നോൺ പെനാൽറ്റി ഗോൾസൊക്കെ പ്രൈം സീസണിൽ ഡാർവിൻ ന്യൂനസും പോർച്ചുഗീസ് ലീഗിൽ അടിച്ചിട്ടുണ്ട്. അതേപോലെ 20 ഗോളിന് മേലെ ടറൈമി അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പല പ്ലേയേഴ്സും അടിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ഫാക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും പോർച്ചുഗീസ് ലീഗിൽ വന്നിട്ട് ഇത്ര ഗോൾ അടിച്ച പ്ലേയേഴ്സൊക്കെ പിന്നീട് ഒരു ജസ്റ്റ് സ്ക്വാഡ് പ്ലേയേഴ്സായി മാറിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സംഗതി ഗ്യോക്കറസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. ആ പേടി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം. നിലവിലുള്ള ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്യോക്കറസ് ടോപ്പാണ്. ആഴ്സണൽ സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ മൊമെന്റിൽ ആഴ്സണലിന്റെ പ്രയോറിറ്റി ഗ്യോക്കറസ് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്യോക്കറസിന്റെ കേസിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യോക്കറസിന് ഒരു 60 മില്യണോ 70 മില്യണോ എങ്ങാനും വിടാമെന്ന് ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ക്ലബിനോട് ഉണ്ടായിരുന്നു. പക്ഷെ ക്ലബിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പോയി പണി വെക്കാൻ പറഞ്ഞ് എഗ്രിമെന്റ് ഒന്നുമില്ല, 70 മില്യണൊന്നും കിട്ടൂല,
കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. സോ അത് ആഴ്സണലിനും ബുദ്ധിമുട്ടായിട്ട് മാറി, ഗ്യോക്കറസിനും ബുദ്ധിമുട്ടായിട്ട് മാറി. അതാണ് ഉണ്ടായിട്ടുള്ളത്. സോ പറയാനുള്ളത് എപ്പോഴും എഗ്രിമെന്റ് വെക്കുക, ഒരുത്തന്റെ വാക്കും വിശ്വസിക്കരുത്. ഒരു കാര്യം പറഞ്ഞിങ്ങനെ ലെവലാക്കുന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ കാര്യം തീരുമാനിച്ചാൽ മതി. പക്ഷെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആഴ്സണൽ ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്തിരിക്കണം. ഗ്യോക്കറസിനെ അല്ല, സെസ്കോനെ അവർ വിട്ടു എന്നാണ് പറയുന്നത്. സെസ്കോ വിട്ടിട്ടുണ്ടെങ്കിൽ ഗ്യോക്കറസ് മസ്റ്റായിട്ടും സൈൻ ചെയ്തിരിക്കണം. അല്ലാതെ ഇപ്പോൾ വേറെ സ്ട്രൈക്കർമാരൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതില്ല. ഉള്ളതിൽ എനിക്ക് തോന്നുന്നു അറ്റ് ദിസ് മൊമെന്റ് ഞാൻ ഒഷിമനേക്കാളും കൂടുതൽ ഗ്യോക്കറസിനെ പ്രിഫർ ചെയ്യുന്നു. പിന്നെ ഇസാക്ക് അവൈലബിൾ അല്ല. സോ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള 2 സ്ട്രൈക്കേഴ്സാണ്. ഇവരെ എങ്ങനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണം. അത് തന്നെ ഇപ്പോൾ ഗ്യോക്കറസിന്റെ പിന്നാലെയാണ്. ഗ്യോക്കറസിനെങ്കിലും സൈൻ ചെയ്യണം. പിന്നെ ലെഫ്റ്റ് വിങ്ങർ സൈഡിലേക്ക് പോവുകയാണെങ്കിലോ, അവിടെയുള്ള പ്ലെയർ ഏറ്റവും അവർക്ക് സ്യൂട്ടാവുന്ന തരത്തിലുള്ള പ്ലെയർ, അവരെ തലവര മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ റോഡ്രിഗോ ആണ്. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ ആയിട്ടുള്ള റോഡ്രിഗോ പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും ആഴ്സണൽ നടത്തുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആള് മേ ബി റയൽ വിട്ടേക്കാം, വിടുന്ന ഉറപ്പൊന്നുമില്ല. ഞാൻ ആ റയൽ സൈഡിൽ നിന്ന് നോക്കിയിട്ടല്ല പറയുന്നത്, പക്ഷെ ആഴ്സണലിന്റെ ഒരു സൈഡ് നോക്കിയിട്ടാണ് പറയുന്നത്. ആഴ്സണലിന് പ്രീമിയർ ലീഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ റോഡ്രിഗോനെ പോലത്തെ ഒരു തീപ്പൊരി ഇടിവെട്ട് പ്ലെയർ ലെഫ്റ്റ് വിങ്ങിൽ വേണം, അല്ലാതെ പറ്റൂല. റൈറ്റ് വിങ്ങിൽ അതുണ്ട്, സാക്ക് ഉണ്ട്, അതുപോലത്തെ ഒരാൾ ലെഫ്റ്റ് വിങ്ങിൽ വേണം. സോ മസ്റ്റായിട്ടും സൈൻ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണ് റോഡ്രിഗോ. റോഡ്രിഗോ എന്ന് ഞാൻ പറയുന്നത് ഒരു ഡയറക്റ്റ് വിങ്ങർ അവർ സൈൻ ചെയ്യണം, ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്താൻ വേണ്ടി പറ്റുന്ന, ഗെയിമിൻ്റെ ഡൈനാമിക്സ് തിരിക്കാൻ വേണ്ടി പറ്റുന്ന, ക്ലച്ചായി മാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിക്കോനെ നോക്കായിരുന്നു, പക്ഷേ നിക്കോ ബാഴ്സയിലേക്ക് വരാണ്. അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് ആര്? റോഡ്രിഗോ. റോഡ്രിഗോനെ ചിലപ്പോൾ കൺവിൻസ് ചെയ്താൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമായിരിക്കും ഈ ഒരു സീസണിൽ, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആഴ്സണലിന്റെ വ്യൂ നോക്കി പറയുകയാണ് ആരാണ് അവർക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത്. കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് ആഴ്സണലിന്റെ ആവശ്യമാണ്. പിന്നെ നമ്മൾ റയലിലേക്ക് നോക്കുകയാണെങ്കിൽ റയലിൽ അറിയാലോ, ലെഫ്റ്റ് വിങ് കളിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, റൈറ്റ് സൈഡ് റൈറ്റും കളിക്കാൻ പറ്റുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. സോ റോഡ്രിഗോനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലബ്ബ് വിട്ടിട്ട് മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, കുറെ കൂടി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ റൈറ്റ് വിങ്ങിൽ നിന്നിട്ട് റോഡ്രിഗോ ഇളക്കി മറിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ എത്രയോ മുകളിലുള്ള ഒരു റോഡ്രിഗോനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ ചില ബ്രസീലിയൻ ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, ലെഫ്റ്റിൽ സ്ഥിരമായിട്ട് റോഡ്രിഗോ കളിച്ചു കഴിഞ്ഞാൽ വിനീഷ്യസിൻ്റെ മുകളിൽ ആൾ റേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. സോ ലെഫ്റ്റിൽ ഒരു ഫുൾ സീസൺ തിമിർത്താടിയിട്ട് റോഡ്രിഗോ കളിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ തന്നെയാണ് ആഴ്സണൽ. ആഴ്സണലെ ചൂസ് ചെയ്യുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല, പക്ഷെ ആഴ്സണലെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും ആൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അതാണ് പറയാനുള്ളത്. ഇഫ് ആഴ്സണൽ വാണ്ട് ടു വിൻ ദ പ്രീമിയർ ലീഗ്, ദെൻ ഈ 2 പ്ലേയേഴ്സിനെ മസ്റ്റായിട്ടും സൈൻ ചെയ്തിരിക്കണം. ഓൾറെഡി അവർ കെപ്പസാറ് കൊടുന്നു, അപ്പം ഗോൾ കീപ്പിങ്ങിൻ്റെ സൈഡൊക്കെ സോർട്ടായിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ഫൈനൽ തേർഡ് അവർ സെറ്റ് ചെയ്യണം. ഇനിയും അവർ ഡിഫൻസീവ് സൈഡിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം എന്താ പറയുക, ഫ്രണ്ട് 3 ഒന്ന് ഉടച്ച് വാർത്തിട്ട് അതിൽ സ്ട്രൈക്കറും ലെഫ്റ്റ് വിങ്ങറും ഒന്ന് ഉടച്ച് വാർത്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ബാക്കപ്പിനൊക്കെ കൊടുന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാൻ പറ്റുന്ന ബാക്കപ്പിനൊക്കെ കൊടുന്ന് ഒട്ടച്ച് വാർക്കണം ആ ഒരു ഫൈനൽ തേർഡ്. ഓക്കെ, സാക്കൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഒട്ടച്ച് തല്ലി വാർക്കണം. സോ അതാണ് ചെയ്യേണ്ടത്. ബാഴ്സ വരെ ബാക്കപ്പുകൾ സൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമ്മൾ റോണി ബാർജിനെ കൊണ്ടുവന്നു. സോ ഇറ്റ്സ് ടൈം ഫോർ ആഴ്സണൽ ടു ആക്ട് വൈസ്ലി. ബെർത്ത വന്നു. ബെർത്ത എനിക്ക് തോന്നുന്നു അവർ സ്ട്രൈക്കർക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രൈക്കർ ഡീൽ മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ലാഗായി പോകുന്നത്. കെപ്പൻ്റെ ഡീലല്ലേ നടന്നിട്ടുള്ളൂ. എനിവേ ലെറ്റ്സ് സീ. സുബിമെൻറ്റിൻ്റെ ഡീല് നടന്നു. മറന്നുപോയി. അത് കുറെ മുന്നേ സൈലന്റ് ആയിട്ട് നടന്നതാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ റയൽ വന്ന് റാഞ്ചു എന്നൊക്കെ ഉള്ള ന്യൂസ് കേട്ടു. പക്ഷെ ആള് ടു ആഴ്സണൽ കൺഫേം ആണ്. സോ സുബിൻ്റെ ഡീല് നടന്നു, കെപ്പൻ്റെ ഡീല് നടന്നു. അത് തന്നെയാണ് കാര്യമായിട്ട് നടന്നുള്ള ഡീലുകൾ. സോ ഇനി അവർ സ്ട്രൈക്കറെ സൈൻ ചെയ്യട്ടെ, അതിനുശേഷം ലെഫ്റ്റ് വിങ്ങറെ സൈൻ ചെയ്യട്ടെ. നോക്കാം PL കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.